വേദിയിൽ സന്നിധരായിരിക്കുന്ന മറ്റു ബഹുമാന വ്യക്തിത്വങ്ങളെ, സംഘപ്രവർത്തകരെ, ഈ നാട്ടിലെ ഹൈന്ദവ മത വിശ്വാസികളെ, അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമസ്തേ സദാ വത്സലേ മാതൃഭൂമി. എന്റെ ഭാരതം, ശങ്കരന്റെ ഭാരതം, കപിലന്റെ ഭാരതം, കണ്ണാഥന്റെ ഭാരതം, കാളിദാസന്റെ ഭാരതം, ഭഗവാൻ ശ്രീരാമന് ജന്മം നൽകിയ ഭാരതം, ശ്രീകൃഷ്ണന് ജന്മം നൽകിയ ഭാരതം, ലോകത്തിന് മുന്നിൽ ആത്മീയമായ അറിവുകൾ നൽകിയ ഭാരതം, ലോകത്തിന് മുന്നിൽ സംസ്കാരത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിച്ച ഭാരതം. അഭിമാനകരമാവുന്ന രീതിയിൽ ഒരു പ്രധാനമന്ത്രി ഈ നാട്ടിൽ ഉണ്ടാകുന്നതിനും കാരണം ആ പ്രസ്ഥാനമാകാം. 1925 ഇങ്ങനൊരു പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കുമ്പോൾ അത് അധികാരത്തിന്റെ ലക്ഷ്യം വെച്ചോ മറ്റൊരു ഉദ്ദേശം വെച്ചോ ആയിരുന്നില്ല എന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാര്യം ഇന്ത്യ സ്വതന്ത്രമാകുന്നത് 47-ലാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് 1950-ലാണ്. ഈ 1950 ഇന്ത്യ ജനാധിപത്യമായി കഴിഞ്ഞതിനു ശേഷം, ഒരു ഭരണഘടന നിലവിൽ വന്നതിനു ശേഷം എന്തുകൊണ്ടാണ് സംഘം അധികാര കേന്ദ്രങ്ങളിലേക്കോ രാഷ്ട്രീയ കാര്യങ്ങളിലേക്കോ ശ്രദ്ധിക്കാതെ സംഘത്തിന്റെ ലക്ഷ്യത്തിൽ മാത്രം ഊന്നുന്നത്? ഏത് ഘട്ടത്തിലാണ് RSS രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങിയത്? ഇതൊക്കെ തന്നെയാണ് RSSനെ മറ്റെല്ലാ സംഘടനകളിൽ നിന്നും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സംഘടനയാക്കി മാറ്റുന്നത്. കോൺഗ്രസിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരുമായി അടുത്ത സൗഹൃദം പുലർത്തിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അവർ പിന്നീട് ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ജയിച്ച സമയത്തും തുടർന്നും ജമാഅത്തെ ഇസ്ലാമി, SDP, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളുമായി ചേർന്ന് അവരുടെ നയങ്ങൾ വളരെ കൃത്യമായി വ്യക്തമാക്കുമ്പോൾ ഇപ്പുറത്ത് 2020 പോലത്തെ ഒരു പ്രസ്ഥാനം, ഒരു ക്രിസ്ത്യാനിയായ സാബു ജേക്കബ് നയിക്കുന്ന ഡെവലപ്മെന്റ്സ് മാത്രം പറയുന്ന ഒരു പ്രസ്ഥാനത്തെ കൂടെ കൂട്ടാൻ രാജീവ് ചന്ദ്രശേഖരനെ പോലെ പ്രൊഫഷണലും ബിസിനസ് രംഗത്ത് വിജയിച്ചതുമായ ഒരു ടെക്നോക്രാറ്റിനെ സംസ്ഥാന BJPയുടെ പ്രസിഡന്റാക്കി നിർത്തിക്കൊണ്ട് BJP മുന്നോട്ട് വയ്ക്കുന്നത് വർഗീയതയാണെന്ന് പറയുന്ന അവർ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും പോപ്പുലർ ഫ്രണ്ടിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മതേതരത്വം പറയുകയാണ്. ആരാണ് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്? ആരാണ് സത്യത്തിൽ വർഗീയത പറയുന്നത്? ആരുടെ ആവശ്യമാണ് ഇന്നാട്ടിലെ ഹിന്ദു ഒന്നിക്കരുത് എന്നുള്ളത്? ഇന്നാട്ടിലെ ഹിന്ദു ഒന്നിച്ചാൽ എന്ത് അപകടമാണ് ഇവിടെ സംഭവിക്കാൻ പോവുക? ഈ രാജ്യം ഹൈന്ദവ മതേതര ബോധവും ഹൈന്ദവ സംസ്കാരത്തിൽ അഭിമാനിച്ചിട്ടുള്ള ഒരു ജനതയായിരുന്നില്ലേ? ലോകത്തിന്റെ കോണിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്ത ജനതയായിരുന്നില്ലേ? അടിസ്ഥാനപരമായി ഹിന്ദു മതേതരവാദിയല്ലേ? പിന്നെ എന്തിനാണ് ഹിന്ദുവിനോട് നീ മതേതരവാദിയാകാൻ പറയുന്നത്? ഞാൻ ഉൾപ്പെടെ കലാരംഗത്തും മറ്റു രംഗത്തുമുള്ള എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നായിരുന്നു ഈ വാക്ക്, ഈ വാദം. അറിഞ്ഞും അറിയാതെയും മതേതരവാദിയാകണമെങ്കിൽ ഹിന്ദുവിനെ തള്ളി പറയണം. നീ മതേതരവാദിയാകണമെങ്കിൽ നീ ജമാഅത്ത് ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ലീഗിനെയും നീ അനുകൂലിക്കണം. ഈ ഒരു കാഴ്ചപ്പാട് ഇവിടെ സൃഷ്ടിച്ച് എതിർത്ത് പറയുന്നവനെ പരമാവധി പരിഹസിച്ച് ഇല്ലാതാക്കുന്ന ഒരു നയമായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പരമാവധി സംസാരിക്കുമ്പോഴും കോൺഗ്രസുകാർ പോലും വന്നിരുന്നിട്ട് ഇത്തരം വിഷയങ്ങളിൽ, ഞാനൊരു മുസ്ലിമിനെയും തള്ളി പറഞ്ഞിട്ടില്ല, ഞാനൊരു മുസൽമാനും വേദന ഉണ്ടാക്കുന്ന ഒരു വരി പോലും നാളിതുവരെയും പറഞ്ഞിട്ടില്ല, നാളെ തൊട്ട് പറയാനും പോകുന്നില്ല. പക്ഷേ എന്റെ സംസ്കാരത്തിന് വേണ്ടി, എന്റെ മതത്തിന് വേണ്ടിയിട്ട്, എന്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ച കത്തുകളിലൊക്കെ തന്നെ എന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ആരാണ്? അടിസ്ഥാനപരമായി ഒരു മതേതരവാദിയായ, എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുവനെ തുടർച്ചയായി ആക്ഷേപിക്കുന്നതിലൂടെ എന്താണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്? എല്ലാവരും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. നമ്മൾ ഒന്നായിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സ്വത്വബോധം ഉണർന്നു പ്രവർത്തിക്കുകയുള്ളൂ. നാം ഒന്നായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ നാടിനു വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. പല ജാതിയിലും പല രീതിയിലും വളർന്നു വന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മളെ ജാതീയമായിട്ട് ഭിന്നിപ്പിക്കാനാണ് ഇവരുടെ ശ്രമം. ഞാൻ പറഞ്ഞു, വലിയ പുരോഗമന ആശയം ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാളിതുവരെ ഒരു നിയമസഭാ സീറ്റിൽ ഒരു ദളിതനെ നിർത്തിയിട്ട് നിങ്ങളുടെ നായരോട് പറ, നിങ്ങളുടെ നായർ കമ്മ്യൂണിസ്റ്റിനോട് പറ ഈ ദളിതൻ വോട്ട് ചെയ്യാൻ. ചരിത്രമില്ല, അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. 1957 അധികാരം കിട്ടിയ കാലം മുതൽ ഈ നിമിഷം വരെ ദളിത് സമൂഹത്തെ അടിമകളാക്കി. അപ്പൊ നമ്മളെ ജാതീയമായി വിഘടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ നിൽക്കുന്നവരെ തിരിച്ചറിയുക. നമ്മൾ വിഘടിച്ചു നിന്നാൽ
അതിലൂടെ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ തമാശ രൂപേണയാണെങ്കിലും അല്ലെങ്കിലും ആ വാക്കിനൊരു വലിയ അർത്ഥമുണ്ട്. ഒരുപക്ഷെ RSS കൂടി ഈ രാജ്യത്തില്ലായിരുന്നെങ്കിൽ എന്തായി തീർന്നേനെ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്നത് ഒരുപാട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്. കാരണം ഭാരതത്തിനൊപ്പം ഒന്നും പ്രതീക്ഷിക്കാതെ, എനിക്ക് പലപ്പോഴും ഇവരൊരു അത്ഭുതമാണ്. ഞാനത് വത്സം മാഷിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ വത്സം മാഷ് ഒരു പ്രോഗ്രാമിന് അതിഥിയായിട്ട് ഞാൻ വിളിച്ച സമയത്ത് ഞാൻ വത്സം മാഷിനോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു 1970 കാലഘട്ടത്തിൽ, ഒരുപക്ഷെ എന്റെ മുന്നിൽ ആ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച പലരും ഇരിക്കുന്നുണ്ടാകാം. നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാണ് നിങ്ങളുടെ ജീവൻ ഇല്ലാതാകും എന്ന തിരിച്ചറിവിൽ അധികാരമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പോരാടി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെ നിങ്ങൾ അറിഞ്ഞോ ഇവിടെ ഒരു നരേന്ദ്രമോദി ജനിക്കുമെന്നും ഈ രാജ്യം ഒരിക്കൽ ഞങ്ങളെല്ലാം ഭരിക്കുമെന്നും? ഇല്ല, പ്രതീക്ഷിച്ചില്ല. എന്റെ അറിവിൽ അങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ നിസ്വാർത്ഥമായി സ്വയം സേവകൻ ആ വാക്കിന് പൂർണ്ണ അർത്ഥം കൊടുത്തുകൊണ്ട് നിസ്വാർത്ഥതയോടുകൂടി തന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ, ഇന്നും ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ വന്ന് കയറി അഖിൽ മാരാറെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി പറഞ്ഞാൽ ആ അഖിൽ മാരാർക്ക് വേണ്ടി പണിയെടുക്കാൻ തയ്യാറാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി വരുമ്പോ മുന്നിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ സംഘമുണ്ട്. കുറെ നാളുകൾക്ക് മുമ്പ് മാത്രം ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമായ നിർമ്മല സീതാരാമനെ പോലെ ഒരാൾ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയാകുമ്പോ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കാൻ സംഘത്തിൽ പ്രവർത്തിച്ച 50 വർഷവും 60 വർഷവും സംഘവയസ്സുള്ള മനുഷ്യരുണ്ട്. പുതുതായി വന്ന ഓരോരുത്തരുടെയും കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവർ ഈ നാടിന് പ്രയോജനപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പിന്നിൽ നിന്ന് ചെയ്തുകൊണ്ട് യാതൊരു പരാതിയോ യാതൊരു പരിഭവമോ പറയാതെ പൂർണ്ണ മനസ്സോടുകൂടി എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതെന്ന് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. സത്യം, ഇക്കാര്യത്തിൽ പല സംഘപ്രവർത്തകരും എനിക്കൊരു മഹാത്ഭുതമാണ് മനസ്സിലുണ്ടായിരുന്നു. കുറെയൊക്കെ ഞാൻ മറന്നുപോയി. ഓർത്താൽ ഞാൻ ഇനി ഒരിക്കൽ വരുമ്പോൾ പ്രസംഗിക്കാം. എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ ഇപ്പൊ ഇവിടെ കൂടിയിട്ടുള്ള ഓരോ ജനതയും ഈ നാട്ടിൽ മാറ്റമുണ്ടാക്കാൻ കൂടി ചിന്തിച്ചു തുടങ്ങുക. മാറ്റമുണ്ടാക്കാൻ കഴിയാവുന്നത് ഈ കൈവിരലിന്റെ ചൂണ്ടുവിരലിലാണ്. ആത്മാർത്ഥമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ കഴിയുക. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ചൂണ്ടുവിരലിന്റെ ശക്തി കേരളം തിരിച്ചറിയട്ടെ. കൃത്യമായ ബോധ്യത്തോടു കൂടിയിട്ട് ഈ നാടിനെ നയിക്കാൻ ശേഷിയുള്ളവരെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച കൊടുവായൂരിലെ സംഘത്തിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, സേവാഭാരതിക്കും, വിശ്വഹിന്ദു പരിഷത്തിന്റെ ചുമതലയുള്ളവർക്കും, ഇവിടുത്തെ മറ്റ് ഇതര ഭാരവാഹികൾക്കും, ഇവിടെ പങ്കെടുത്തവർക്കും, വരാൻ കഴിയാതിരുന്നവർക്കും, മാറി നിന്നവർക്കും, ഈ നാട്ടുകാർക്കും എല്ലാവർക്കും 1000 സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. ഭാരത് മാതാ കി ജയ്.